Hello friends, welcome to my channel Shajel's Crochet. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സമ്മർ പാറ്റേൺ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. സമ്മർ ഷോൾ അല്ലെങ്കിൽ ബേബി ബ്ലാങ്കറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഹിമാലയൻ്റെ സോഫ്റ്റ് യാനാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. ഇട്ടതിന് ശേഷം ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 27 ചെയിൻസ് ഇട്ടു എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. ഇതിൻ്റെ ഹുക്ക് സൈസ് യൂസ് ചെയ്തിരിക്കുന്നത് 5 mm ഹുക്ക് സൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ചെയിനും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് യാൺ ഓവർ ചെയ്ത് നാലാമത്തെ ചെയിനിൽ 1 2 3 4 നാലാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ഇടാം. ഓക്കെ, യാൺ ഓവർ അടുത്തുള്ള ചെയിനിലും ഇതേപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷേ, അതേപോലെ തന്നെ നെക്സ്റ്റ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ. അങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ഇട്ടാൽ നമുക്ക് എൻഡ് ഈ ഒരു കംപ്ലീറ്റ് റോ അങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ചെയിൻസ് എടുക്കുമ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിരിക്കണം നമ്പേഴ്സ്. പിന്നെ കിട്ടുന്ന സം എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം ഈ ഒരു ഫൗണ്ടേഷൻ ചെയിൻസ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേണിന്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണം. ലാസ്റ്റത്തെ ചെയിനിലും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് 2 4 6 8 10 12 14 16 18 20 22 24 26 27 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടി. ഇനി നമുക്ക് പ്രോജക്റ്റ് ടേൺ ചെയ്തിട്ട് സെയിം ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ, അഗെയിൻ സെക്കൻഡ് ലൂപ്പിലിട്ട് ഒരു സിംഗിൾ ക്രോഷേ, അഗെയിൻ ഒരു സിംഗിൾ ക്രോഷേയും കൂടി ഇട്ടു. എന്നിട്ട് നാലാമത്തെ സിംഗിൾ ക്രോഷേയും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ള ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് വൺ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് വണ്ണിൽ ഒരു ഡബിൾ ക്രോഷേ, അതിനുശേഷം ചെയിൻ 3 2 ഡബിൾ ക്രോഷേസ് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിൽ ഒരു ഡബിൾ ക്രോഷേ, അഗെയിൻ ചെയിൻ 3 താഴത്തെ 2 സ്കിപ്പ് ചെയ്തിട്ട് 1 2 മൂന്നാമത്തേതിൽ ഒരു ഡബിൾ ക്രോഷേ, അഗെയിൻ ചെയിൻ 3 താഴത്തെ 2 സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിൽ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 3 സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ. ഈ ഒരു റോ കഴിയുന്നോടം വരെ അതുപോലെ തന്നെ 3 ചെയിൻ, പിന്നെ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 3 2 സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 3 സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 3 സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റത്തേൽ ഒരു ഡബിൾ ക്രോഷേ. അപ്പം നമുക്ക് ടോട്ടലി 1 2 3 4 5 6 7 8 9 സ്പേസസ് കിട്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ കിട്ടുമ്പം സെക്കൻഡ് റോ കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ബോക്സസ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കണം. എന്നിട്ട് പ്രൊജക്റ്റ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ, അഗെയിൻ സെക്കൻഡ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ, അഗെയിൻ ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ, യാൺ ഓവർ. ഇതൊരു ആദ്യത്തെ ഡബിൾ ക്രോഷേ ആണ്. ഈ സ്പേസിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ ഇടാം. 1 2 ചെയിൻ 2, അഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ഡബിൾ ക്രോഷേ, 1 2 3. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ, again
yarn over ചെയ്തിട്ട് നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 2 അതിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ 1 2 ആൻഡ് 3 again ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ yarn over ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 2 ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ഡബിൾ ക്രോഷേ 1 2 ആൻഡ് 3 എന്നിട്ട് ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ yarn over ഇതിൽ 1 2 3 chain 2 3 double crochet 1 2 3 നെക്സ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ലാസ്റ്റത്തേതിൽ 3 ഡബിൾ ക്രോഷേ 2 3 chain 2 3 ഡബിൾ ക്രോഷേ 1 2 3 അപ്പോൾ നമുക്കിവിടെ റോ നമ്പർ 3 കിട്ടി. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി നമ്മൾ അടുത്ത റോ 4th റോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രൊജക്റ്റ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷേൻ്റെ പുറത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും അതുപോലെ തന്നെ തേർഡ് ഡബിൾ ക്രോഷേൻ്റെ പുറത്തൊരു സ്ലിപ്പ് സ്റ്റിച്ചും ഇട്ടതിന് ശേഷം ഈ സ്പേസിലിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ടതിന് ശേഷം ചെയിൻ 3 ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ എന്നിട്ട് ചെയിൻ 4 ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 3 ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 4 ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 3 ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 4 ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 3 ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 4 ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയിൻ 3 ഒരു സിംഗിൾ ക്രോഷേ. ഈ 2 റോ ആണ് നമ്മളിനി നമുക്ക് എത്ര വലുപ്പത്തിൽ പ്രോജക്റ്റ് വേണോ അത്രയും വലുപ്പത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 3rd റോയും 4th റോയും. എന്നിട്ട് ഇങ്ങനെ 3 ചെയിൻസ് ഇടാം. 1 2 3 ടേൺ ചെയ്തതിന് ശേഷം ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നമുക്ക് 1 2 3 ഡബിൾ ക്രോഷേ ആയി. ആദ്യത്തെ ചെയിനും കൂടിയിട്ട് 3 ഡബിൾ ക്രോഷേ ആയി ഇവിടെ. എന്നിട്ട് ചെയിൻ 2 ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ അഗൈൻ 3 ഡബിൾ ക്രോഷേ 1 2 ആൻഡ് 3 അഗൈൻ ഈ ഒരു സ്പേസിൽ ഇതിപ്പം 6 ഡബിൾ ക്രോഷേസ് ഇട്ടു നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയിൻ 2 3 ഡബിൾ ക്രോഷേ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ എന്നിട്ട് yarn over ചെയ്തിട്ട് ഈ ചെയിൻ 3 സ്പേസിൻ്റെ ഉള്ളിൽ അഗൈൻ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 2 അഗൈൻ സെയിം സ്പേസിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ഇതിൻ്റെ ഉള്ളിലൊരു സിംഗിൾ ക്രോഷേ ഈ സ്പേസിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 2 1 2 ആൻഡ് 3 എന്നിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ എന്നിട്ട് ഈ ചെയിൻ 3 സ്പേസിൻ്റെ ഉള്ളിൽ 1 2 3 ചെയിൻ 2 ഇതിൻ്റെ ഉള്ളിലേക്ക് 3 ഡബിൾ ക്രോഷേ 1 2 3 ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ yarn over ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 2 അഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ആൻഡ് ദെൻ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് റോ ടേൺ ചെയ്തിട്ട്
സെക്കൻഡ് ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിലിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, തേർഡ് ഡബിൾ ക്രോഷ്യേലിട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ ചെയിൻ 2ൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ ചെയിൻ 3, എഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻസൈഡ്, എന്നിട്ട് ചെയിൻ 4, ഈ ഒരു ചെയിൻ 2 സ്പേസിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അതിനുശേഷം ചെയിൻ 3, എഗെയിൻ അതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി, ചെയിൻ 3 4, ഇതിലൊരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3, അഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 4, ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3, സിംഗിൾ ക്രോഷ്യ, ചെയിൻ 4, എന്നിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 3, ഇതിൻ്റെ ഉള്ളിലൊരു സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് 4ഉം 5ഉം കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് പോകണം. നമുക്ക് എത്ര സൈസാണ് വേണ്ടത് അത്രയും വലുപ്പത്തിന്. എന്നിട്ട് ഇപ്പം ഞാനിവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ചെയിൻ ഇട്ടിട്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഹൈഡ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു പുതിയൊരു പാറ്റേണായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.